വംശത്തിനും പുരോഹിതനായിരിക്കുന്നതോ? ഏതാണ് നിനക്ക് നല്ലത്? പുരോഹിതന്റെ ഹൃദയം സന്തുഷ്ടമായി. അവൻ എഫോദും കുലവിഗ്രഹങ്ങളും കൊത്തുവിഗ്രഹങ്ങളും എടുത്ത് അവരോട് കൂടെ പോയി. അവൻ അവിടെ നിന്ന് തിരിഞ്ഞ് കുട്ടികളെയും കന്നുകാലികളെയും വസ്തുവകളോടൊപ്പം മുൻപിൽ നിർത്തി യാത്രയായി. അവർ കുറെ ദൂരം ചെന്നപ്പോൾ മിഖ അയൽവാസികളെ ഒന്നിച്ചു കൂട്ടി ദാൻകാരെ പിന്തുടർന്ന് അവരുടെ മുന്നിൽ കയറി. അവർ ദാൻകാരുടെ നേരെ അട്ടഹസിച്ചപ്പോൾ ദാൻകാർ തിരിഞ്ഞ് മിഖായോട് ചോദിച്ചു, ഈ ആളുകളെ കൂട്ടി വരാൻ നിനക്കെന്ത് പറ്റി? അവൻ പറഞ്ഞു, ഞാൻ ഉണ്ടാക്കിയ ദേവന്മാരെ നിങ്ങൾ കൈവശമാക്കി എന്റെ പുരോഹിതനെയും കൊണ്ടുപോകുന്നു. എന്താണ് എനിക്കിനി ശേഷിച്ചിരിക്കുന്നത്? എന്നിട്ടും എനിക്ക് എന്ത് പറ്റിയെന്ന് നിങ്ങൾ ചോദിക്കുന്നു. ദാൻകാർ അവനോട് പറഞ്ഞു, മിണ്ടാതിരിക്കുക. വല്ലവരും കോപിച്ച് നിന്റെ മേൽ ചാടി വീണ് നിന്നെയും കുടുംബത്തെയും കൊന്നു കളഞ്ഞെന്ന് വരാം. ദാൻകാർ അവരുടെ വഴിക്ക് പോയി. തനിക്ക് ചെറുക്കാനാവാത്ത വിധം ശക്തരാണവർ എന്ന് കണ്ട് മിഖ വീട്ടിലേക്ക് മടങ്ങി. മിഖ ഉണ്ടാക്കിയ വസ്തുക്കളോടൊപ്പം അവന്റെ പുരോഹിതനെയും അവർ കൊണ്ടുപോയി. ശങ്കയില്ലാത്തവരും ശാന്തരുമായി ജീവിച്ചിരുന്ന ലായിഷിലെ ജനങ്ങളുടെ അടുത്ത് അവർ എത്തി. അവരെ വാളിനിരയാക്കി പട്ടണം തീവെച്ച് നശിപ്പിച്ചു. അവരെ രക്ഷിക്കാൻ ആരുമില്ലായിരുന്നു, കാരണം അവർ സീദോനിൽ നിന്ന് വളരെ അകലെയായിരുന്നു. അവർക്ക് ആരുമായി സമ്പർക്കമില്ലായിരുന്നു. ബദ്രേഹോബിലുള്ള താഴ്വരയിലായിരുന്നു ലായിഷ്. ദാൻകാർ ആ പട്ടണം പുതുക്കി പണിത് അവിടെ താമസമാക്കി. ഇസ്രായേലിന്റെ മകനും തങ്ങളുടെ ഗോത്രപിതാവുമായ ദാനിന്റെ പേർ ആ സ്ഥലത്തിൽ അവർ നൽകി. ലായിഷ് എന്നായിരുന്നു അതിന്റെ ആദ്യത്തെ പേര്. ദാൻകാർ കൊത്തുവിഗ്രഹം തങ്ങൾക്കായി സ്ഥാപിച്ചു. മോശയുടെ പുത്രനായ ഗർഷോമിന്റെ പുത്രൻ ജോനാഥനും പുത്രന്മാരും പ്രവാസകാലം വരെ ദാൻ ഗോത്രത്തിന്റെ പുരോഹിതന്മാരായിരുന്നു. ദൈവത്തിന്റെ ആലയം ഷീലോയിൽ ആയിരുന്നിടത്തോളം കാലം മിഖ ഉണ്ടാക്കിയ കൊത്തുവിഗ്രഹങ്ങൾ അവർ അവിടെ പ്രതിഷ്ഠിച്ചു. ന്യായാധിപന്മാർ 18-ാം അധ്യായം. ചോദ്യോത്തരങ്ങൾ. ചോദ്യം 1. ന്യായാധിപന്മാർ അധ്യായം 18-ൽ എത്ര വാക്യങ്ങളുണ്ട്? ഉത്തരം 31 വാക്യങ്ങൾ. ചോദ്യം 2. ദാൻ ഗോത്രക്കാർ ദേശം ഉറ്റുനോക്കുന്നതിന് അയച്ച 5 പേർ എവിടെ നിന്നുള്ളവരായിരുന്നു? ഉത്തരം സോറായിലും നിന്നും എസ്താവോലിൽ നിന്നും. ചോദ്യം 3. ദാൻ ഗോത്രക്കാർ ദേശം ഉറ്റുനോക്കാൻ അയച്ച 5 പേർ താമസിച്ചത് എവിടെയാണ്? ഉത്തരം മിഖായുടെ വീട്ടിൽ. ചോദ്യം 4. മിഖായുടെ ഭവനത്തെ സമീപിച്ചപ്പോൾ ദേശം ഉറ്റുനോക്കുവാൻ വന്നവർ തിരിച്ചറിഞ്ഞത് എന്താണ്? ഉത്തരം ആ യുവലേവ്യന്റെ ശബ്ദം. ചോദ്യം 5. അവൻ എന്നെ ശമ്പളത്തിന് നിർത്തിയിരിക്കുന്നു. ഞാൻ അവന്റെ പുരോഹിതനാണ്. ആരുടെ വാക്കുകളാണിവ? ഉത്തരം ആ യുവലേവ്യന്റെ. ചോദ്യം 6. ദേശം ഉറ്റുനോക്കുവാൻ പോയ ദാൻ ഗോത്രക്കാർ തങ്ങൾ കണ്ട സ്ഥലം എങ്ങനെയുള്ളതാണെന്നാണ് മറ്റുള്ളവരോട് പറഞ്ഞത്? ഉത്തരം വളരെ ഫലപുഷ്ടമായ സ്ഥലം. ചോദ്യം 7. എത്ര ദാൻ ഗോത്രക്കാരാണ് ദേശം കൈവശമാക്കാൻ സോറയിലും എസ്താവോലിൽ നിന്ന് പുറപ്പെട്ടത്? ഉത്തരം 600 പേർ. ചോദ്യം 8. ദാൻ ഗോത്രത്തിലെ ആയുധധാരികളായ 600 പേർ പാളയം അടിച്ചത് എവിടെയാണ്? ഉത്തരം യൂദയിലെ കിരിയാത്ത് യഹേറാമിൽ. ചോദ്യം 9. മഹനേദാൻ എന്ന വാക്കിന്റെ അർത്ഥം എന്ത്? ഉത്തരം ദാനിന്റെ പാളയം. ചോദ്യം 10. ദാൻകാർ പുതുക്കി പണിത പട്ടണം ഏതാണ്? ഉത്തരം ലായിഷ്.